Definite integral. A definite integral is denoted by integral a to b f of x dx, where a is called the lower limit of the integral and b is called the upper limit of the integral. Integral എന്നുള്ള സിമ്പലാണിത്. Integral a to b. അതിൽ a പറയുന്ന പേരാണ് ലോവർ ലിമിറ്റ് ആൻഡ് b is called the upper limit of the integral. f of x എന്ന് പറയുന്ന ഇൻ്റഗ്രൻ്റ് ആണ്, ഫംഗ്ഷൻ. ഇതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ നൊട്ടേഷൻ. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഹാസ് എ യുണീക്ക് വാല്യൂ. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ യുണീക്ക് വാല്യൂ അല്ല എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് യുണീക്ക് വാല്യൂ അല്ലാത്തത്? പ്ലസ് സി എന്നൊരു ഫാക്ടർ വരുന്നുണ്ട് അല്ലേ? ആ സിക്ക് ഏത് റിയൽ വാല്യൂ വേണമെങ്കിൽ എടുക്കാം. അതുകൊണ്ട് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഫാമിലി ഓഫ് കർവ്സ് ആയിരുന്നു. പക്ഷേ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അങ്ങനെയല്ല. ഇറ്റ് ഹാസ് ഓൾവേസ് എ യുണീക്ക് വാല്യൂ. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആസ് ദ ലിമിറ്റ് ഓഫ് എ സം. ഇതാണ് നമ്മുടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ ആദ്യത്തെ ടോപ്പിക്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആസ് ദ ലിമിറ്റ് ഓഫ് എ സം. അതെങ്ങനെ വന്നു? അതിനൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല എങ്ങനെ വന്നു എന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി. Integral a to b f of x dx is the area bounded by y equal to f of x, the ordinates x equal to a, x equal to b and the x-axis. Definite integral a to b f of x dx എന്ന് പറയുന്നത് അത് ഏരിയനെ കാണിക്കുന്നു. ഏത് ഏരിയ? y equal to f of x എന്ന കർവും എക്സ് ഈക്വൽ ടു എ എന്ന ലൈൻ, എക്സ് ഈക്വൽ ടു ബി എന്ന ലൈൻ, അതുപോലെ എക്സ് ആക്സ്, ഇത്രയും കാര്യങ്ങൾ ബൗണ്ട് ചെയ്യുന്ന റീജിയൻ്റെ ഏരിയയാണ് ഈ നൊട്ടേഷൻ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്കത് എങ്ങനെയാണ് ആ വാല്യൂ കണ്ടുപിടിക്കുക? ഈ സിമ്പിൾ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ആ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനു വേണ്ടി ഫിഗർ കൺസിഡർ ചെയ്യുക. ഇവിടെ ഇത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന കർവാണ്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലാണ്. എ തൊട്ട് ബി വരെയുള്ള റീജിയണിലെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന കർവാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിനെ n ഈക്വൽ ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, ഈ സ്പേസിനെ n ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഇൻ്റർവെൽസ് ഇതാണ് എക്സ് നോട്ട് എക്സ് വൺ, ഇതാണ് എക്സ് നോട്ട് എക്സ് വൺ, അടുത്തത് എക്സ് വൺ എക്സ് ടു, പിന്നെ എല്ലാം ഫിഗറിൽ കാണിക്കാൻ പറ്റില്ല. അടുത്തത് എക്സ് ടു എക്സ് ത്രീ ഉണ്ടാവും, എക്സെട്ര. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു റീജിയനാണ് എക്സ് ആർ മൈനസ് വൺ എക്സ് ആർ, എക്സെട്ര. ലാസ്റ്റ് എക്സ് എൻ മൈനസ് വൺ, ഇവിടെ ഒരു ലൈൻ ഉണ്ടാവും, അത് എക്സ് എൻ മൈനസ് വൺ എക്സ് എൻ. അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിനെ n ഈക്വൽ ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ എക്സ് നോട്ട് എന്ന് പറയുന്ന വാല്യൂ എ തന്നെയാണ്. എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു എ, അതുപോലെ എക്സ് എൻ ഈസ് ഈക്വൽ ടു ബി ആണ്. പിന്നെ നൗ വാട്ട് ഈസ് എക്സ് വൺ? ഈ എക്സ് നോട്ടിൻ്റെ കൂടെ ഈ ലെങ്ത് കൂടിയാലാണ് എക്സ് വൺ കിട്ടുക. ഈ ലെങ്ത്തിനെ നമ്മൾ എച്ച് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ എക്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എച്ച്. Now what is x2? x2 എന്ന് പറയുന്നത് എക്സ് നോട്ടിൻ്റെ കൂടെ 2h ചേർന്നതാണ്. എക്സ് നോട്ട് ഈക്വൽ ടു എ എന്നെടുത്താൽ x2 ക്യാൻ ബി റിട്ടൺ ആസ് എ പ്ലസ് 2h. സിമിലർലി x3 വിൽ ബി എ പ്ലസ് 3h. ഓക്കെ, ആ രീതിയിലാണ് ഇവിടെ ഇൻ്റർവെൽസ്. ഓരോ എച്ച് വീതമാണ് ഓരോ ഇൻ്റർവെലിൻ്റെയും വിഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ ഈ ലാസ്റ്റ് എക്സ് എൻ ഈക്വൽ ടു ബി ആണ്. അതെന്തായിരിക്കും? എയുടെ കൂടെ n ടൈംസ് എച്ച് ചേർന്നതാണ്. നോക്കൂ, എക്സ് വൺ ഈക്വൽ ടു എ പ്ലസ് എച്ച്, എക്സ് ടു ഈക്വൽ ടു എ പ്ലസ് 2h, എക്സ് ടു ആവുമ്പോൾ എ പ്ലസ് 2h, ഇവിടെ 2 ഇവിടെ 2. അപ്പോൾ അതേ പാറ്റേണിൽ പോയാൽ എക്സ് എൻ ഈക്വൽ ടു എ പ്ലസ് എൻ എച്ച് ആയിരിക്കും. ഈ രീതിയിലാണ് ഇതിനെ, ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിനെ ഈക്വൽ ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ n എന്ന് പറയുന്നത്, ഇതിൽ നിന്നാണ് അത് കിട്ടുന്നത്, n ഈക്വൽ ടു ബി മൈനസ് എ ബൈ എച്ച് ആണ്. അല്ലെങ്കിൽ h ഈക്വൽ ടു ബി മൈനസ് എ ബൈ എൻ, രണ്ടും പറയാം. n ഈക്വൽ ടു എന്നും പറയാം, h ഈക്വൽ ടു എന്നും പറയാം. ഇനി നോക്കുക, ആസ് n ടേൺസ് ടു ഇൻഫിനിറ്റി,
n ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഈ വിഡ്ത്ത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഈ ഇന്റർവെൽസിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈ രണ്ട് ലൈൻസ് തമ്മിൽ വളരെ വളരെ അടുത്താവും അല്ലെ? അപ്പൊ എന്നിന്റെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ ഈ വിഡ്ത്ത് എച്ചിന്റെ വാല്യൂ ചെറുതായിക്കൊണ്ടിരിക്കും. ഓർ വി ക്യാൻ സേ ദാറ്റ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എച്ച് ടെൻസ് ടു 0. ഓക്കെ, ഇനി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു റീജിയൻ മാത്രം കൺസിഡർ ചെയ്യുക. ഇതുപോലത്തെ കുറേ റെക്റ്റാങ്കുലർ റീജിയൻസ് ചേർന്നതാണ് അല്ലെങ്കിൽ കുറേ സബ് ഏരിയാസ് ചേർന്നതാണ് നമ്മുടെ കണ്ടുപിടിക്കേണ്ട റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർവ് എക്സ് ഈക്വൽ ടു എ എന്ന ലൈൻ, എക്സ് ഈക്വൽ ടു ബി എന്ന ലൈൻ, എക്സ് ആക്സിസ്, നമ്മുടെ എയിം ഈ റീജിയൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഏരിയനെ പല പല ചെറിയ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ഈ സബ് ഏരിയയുടെയും വിഡ്ത്ത് സെയിം ആണ്. ഈ ഗ്യാപ്പ് എച്ച്, ഈ ഗ്യാപ്പ് എച്ച്, ഈ ഗ്യാപ്പ് എച്ച്, ആ രീതിയിലാണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് തൽക്കാലം ഈ ഒരു ഭാഗം മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിനെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഏരിയ ഓഫ് എ ബി എൽ സി. ഏതാണ് എ ബി എൽ സി എന്ന റെക്റ്റാങ്കിൾ? എ ബി എൽ സി. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഇറ്റ് ഈസ് ലെസ് ദാൻ ഏരിയ ഓഫ് ദ റീജിയൻ എ ബി ഡി സി. എ ബി ഡി സി എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ റെക്റ്റാങ്കുലർ പോർഷൻ കൂടെ നേരത്തെ തന്നെ കൂടെ ഉൾപ്പെട്ടു. അപ്പോൾ ഏരിയ ഓഫ് എ ബി എൽ സി എന്ന് പറയുന്നത് ഏരിയ ഓഫ് എ ബി ഡി സി എ എന്ന റീജിയനേക്കാളും ചെറുതാണ്. ഇനി അതിനേക്കാളും വലുതാണ് എന്ത്? എ ബി ഡി എം എന്ന റെക്റ്റാങ്കിളുടെ ഏരിയ. അവിടെ ഈ ഒരു റീജിയൻ എക്സ്ട്രാ ചേർന്നു അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എ ബി ഡി എം ആണ് വലുത്. എ ബി എൽ സിനേക്കാളും വലുതാണ് ഏരിയ ഓഫ് ദ റീജിയൻ എ ബി ഡി സി. അതിനേക്കാളും വലുതാണ് ഏരിയ ഓഫ് ദ റീജിയൻ എ ബി ഡി എം. ഓക്കെ, അതാണ് ആ ഒരു ഐഡിയയാണ് നമ്മൾ ഈ ഭാഗത്തിനെ ബേസ് ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ ഇതേപോലത്തെ കുറേ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഇപ്പം നമ്മുടെ കണ്ടുപിടിക്കേണ്ട റീജിയൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിനെ ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐഡിയ ആദ്യമേ പറയുന്നത്. ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു 3 ഏരിയാസിൻ്റെ കമ്പാരിസണെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഫോർമുലയിലേക്ക് കടക്കാൻ നോക്കുന്നത്. നോക്കുക, ആസ് എക്സ് ആർ മൈനസ് എക്സ് ആർ മൈനസ് 1 ടേൺസ് ടു 0. ഇത് എക്സ് ആർ മൈനസ് എക്സ് ആർ മൈനസ് 1. അതായത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് 0യിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ വിഡ്ത്ത് കുറയുക എന്നർത്ഥം അല്ലേ? സോ എക്സ് ആർ മൈനസ് എക്സ് ആർ മൈനസ് 1 ടേൺസ് ടു 0 എന്ന് പറഞ്ഞാൽ ഈ വിഡ്ത്തിനെയാണ് നമ്മൾ എച്ച് എന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ എച്ച് ടേൺസ് ടു 0 എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ വിഡ്ത്ത് കുറയുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ ഗ്യാപ്പും കുറയും. ഈ രണ്ട് കുഞ്ഞു ട്രയാങ്കുലർ പോർഷൻസിൻ്റെ ആ റീജിയൻ കുറഞ്ഞു കുറഞ്ഞു വരും. ചുരുക്കം പറഞ്ഞാൽ എച്ച് 0യിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 3 ഏരിയാസും നിയർലി ഈക്വൽ ആയിട്ട് വരും. ഈ ഗ്യാപ്പൊക്കെ കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക? എ ബി എൽ സി എന്ന് പറയുന്ന റീജിയൻ ഓൾമോസ്റ്റ് ഈക്വൽ ടു എ ബി ഡി സി എ എന്ന റീജിയൻ ആവും. ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു എ ബി ഡി എം എന്ന റെക്റ്റാങ്കിൾ ആയിരിക്കും. അതായത് ഈ രണ്ട് ചെറിയ റെക്റ്റാങ്കുലർ പോർഷൻസ് അല്ലെങ്കിൽ ആ ഭാഗം കുറഞ്ഞു വരും, ആ റീജിയൻ കുറഞ്ഞു വരും. ആ റീജിയൻ കുറഞ്ഞു വന്നാൽ നമ്മൾ ഈ കമ്പയർ ചെയ്ത 3 ഏരിയാസും നിയർലി ഈക്വൽ ആയിട്ട് വരും. ഇനി നോക്കുക, ദ സം ഓഫ് ഏരിയാസ് ഓഫ് ലോവർ റെക്റ്റാങ്കിൾസ്. അപ്പോൾ ഇവിടെ നമ്മൾ ലോവർ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എ ബി എൽ സി ആണ്. അപ്പോൾ ഈ ഒരു ചെറിയ ഭാഗത്തിൻ്റെ ലോവർ റെക്റ്റാങ്കിൾ പോലെ ഇവിടെയും ഒരു ലോവർ റെക്റ്റാങ്കിൾ ഉണ്ട്, ഇതിലും ഒരു ലോവർ റെക്റ്റാങ്കിൾ ഉണ്ട്. അങ്ങനെ ഇവിടെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ഇവിടെ വേറൊരു ലോവർ റെക്റ്റാങ്കിൾ ഉണ്ട്. ഈ എല്ലാ ലോവർ റെക്റ്റാങ്കിൾസിൻ്റെയും സമ്മിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ എസ് എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയാസിൻ്റെ സം നോക്കുക. ഇവിടെ ഇങ്ങനെ നമ്മൾ വരച്ചു എന്ന് വിചാരിച്ചാൽ ഈ വിഡ്ത്ത് എച്ച്, അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് എച്ച് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ് അല്ലേ? എത്രയാണ് ഇതിൻ്റെ ലെങ്ത്? ഇത് എക്സ് നോട്ട് ആവുമ്പോൾ ഇതിനെ നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയാം, ഈ ഭാഗം അല്ലേ? വൈ കോർഡിനേറ്റ് അല്ലേ അത്? സോ ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ് നോട്ട്. എക്സ് കോർഡിനേറ്റ് എക്സ് നോട്ട് ആണ്, വൈ കോർഡിനേറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ആണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്.
The length is f of x naught into breadth is h. f of x naught into h. പ്ലസ് അടുത്തത് ഇതാണ് അല്ലേ. ഇവിടുത്തെ ലോവർ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചാൽ അങ്ങനെയാണ് നമുക്ക് ആ ലോവർ റെക്റ്റാങ്കിൾ കിട്ടുക. വാട്ട് ഈസ് ദ ഏരിയ? ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൺ ഇൻറ്റു എച്ച്. അതുപോലെ എക്സെട്ര പ്ലസ് ലാസ്റ്റ് ഇവിടെ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക, എക്സ് എൻ മൈനസ് വൺ എന്ന ബൗണ്ടറി. അപ്പോൾ ഇവിടെ ഒരു ലോവർ റെക്റ്റാങ്കിൾ ഉണ്ടാവും. അതിൻ്റെ വിഡ്ത്ത് എച്ച് ആയിരിക്കും, അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് എൻ മൈനസ് വൺ ആയിരിക്കും. സോ എക്സെട്ര പ്ലസ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് വൺ ഇൻറ്റു എച്ച്. ഇതാണ് ലോവർ റെക്റ്റാങ്കിൾസിൻ്റെ സം. അപ്പോൾ അത് നമ്മുടെ ആക്ച്വൽ ഏരിയയേക്കാൾ കുറവായിരിക്കും. കാരണം എന്താണ്? ഒരു ചെറിയ പോർഷൻ, ഇതുപോലത്തെ ഓരോ ചെറിയ പോർഷൻസ് ഓരോ റെക്റ്റാങ്കുലർ ഷേപ്പിൽ നിന്നും പോവില്ലേ നമ്മുടെ ആക്ച്വൽ ഏരിയയേക്കാളും. അപ്പം അതുകൊണ്ട് ഈ ഏരിയ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് കിട്ടേണ്ട ഏരിയ എന്താണോ അതിനേക്കാളും സ്ലൈറ്റ്ലി കുറവായിരിക്കും. അപ്പോൾ സം ഓഫ് ഏരിയാസ് ഓഫ് ലോവർ റെക്റ്റാങ്കിൾസ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് കാണാം ഇവിടെ എച്ച് കോമൺ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഓഫ് എക്സ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് വൺ. ഇനി ഇതേപോലെ നമുക്ക് സം ഓഫ് ഏരിയാസ് ഓഫ് അപ്പർ റെക്റ്റാങ്കിൾസും എടുക്കാം. എന്താണ് അപ്പർ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്? ഇപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്താൽ അപ്പർ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എ ബി ഡി എം ആണ്. അതുപോലെ ഓരോ സ്ട്രിപ്പിൻ്റെയും അപ്പർ റെക്റ്റാങ്കിൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എസ് എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫസ്റ്റ് റീജിയൻ ഇങ്ങനെയാണ് വരിക അല്ലേ. സോ വാട്ട് ഈസ് ദ അപ്പർ റെക്റ്റാങ്കിൾ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ അപ്പർ റെക്റ്റാങ്കിൾ? ഇറ്റ് ഈസ് ഒരു എഫ് അവിടെ അധികം വന്നു, ശ്രദ്ധിക്കേണ്ട കേട്ടോ. എഫ് ഓഫ് എക്സ് വൺ ഇൻറ്റു എച്ച്. ഇതാണ് എഫ് ഓഫ് എക്സ് വൺ, അതിൻ്റെ ഹൈറ്റ് ഇൻറ്റു എച്ച്. അടുത്ത റെക്റ്റാങ്കിൾ ഇതാണ്. അപ്പോൾ ഇവിടുത്തെ അപ്പർ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ അവിടെ ഒരു ചെറിയ പോർഷൻ എക്സ്ട്രാ വരും. സോ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് സെക്കൻഡ് സ്ട്രിപ്പ്? ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ടു ഇൻറ്റു എച്ച് അല്ലേ. അങ്ങനെ പോയി ഈ സ്ട്രിപ്പിൻ്റെ ഏരിയ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ആർ ഇൻറ്റു എച്ച് ആയിരിക്കും. അതുപോലെ ലാസ്റ്റ് റീജിയൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ആ റെക്റ്റാങ്കിൾ വരിക, അപ്പർ റെക്റ്റാങ്കിൾ അല്ലേ. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് എൻ ഇൻറ്റു എച്ച് ആയിരിക്കും. ഓക്കെ, ഹിയർ ഓൾസോ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് എച്ച് ഇസ് എ കോമൺ ഫാക്ടർ. സോ എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൺ പ്ലസ് എഫ് ഓഫ് എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതും. അപ്പം നിങ്ങൾ നോക്കുക, ഈ സ്മോൾ എസ് എൻ എന്ന് പറയുന്ന ഏരിയാസ് ഓഫ് ലോവർ റെക്റ്റാങ്കിൾസിൻ്റെ വാല്യൂ ഇതാണ് കിട്ടുക. ഇത് നമുക്ക് ആക്ച്വലി കിട്ടേണ്ട ഏരിയയിൽ നിന്നും സ്ലൈറ്റ്ലി കുറവാണ്. ബിക്കോസ് ആക്ച്വലി കിട്ടേണ്ട ഏരിയ ഈ കർവ് തൊട്ട് ഇങ്ങോട്ടുള്ള ഏരിയ ആണ്. പക്ഷേ ലോവർ റെക്റ്റാങ്കിൾസിൻ്റെ സം എടുക്കുമ്പോൾ ഇതേപോലെ ഒരു ചെറിയ പോർഷൻസ് ഓരോ സ്ട്രിപ്പിൽ നിന്നും പുറത്തു പോകും. അപ്പോൾ ഇത് ആക്ച്വൽ വാല്യൂ അല്ല, പക്ഷെ അതിനേക്കാളും സ്ലൈറ്റ്ലി കുറവാണെന്ന് നമുക്ക് പറയാം. അതുപോലെ അപ്പർ റെക്റ്റാങ്കിൾസിൻ്റെ സം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ എന്താ ഉണ്ടാവുക? ഇതേപോലെ ഓരോ പോർഷൻ അധികമായിട്ട് ഓരോ സ്ട്രിപ്പിലും വന്നിട്ടുണ്ടാവും. സോ അപ്പർ റെക്റ്റാങ്കിൾസിൻ്റെ സം എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ ഏരിയയെക്കാളും സ്ലൈറ്റ്ലി കൂടുതലായിരിക്കും. ഈ രണ്ടിൻ്റെയും ഇടയ്ക്കാണ് ചുരുക്കം പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഉണ്ടാവുക. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഇവിടെ നമ്മൾ 3 റെക്റ്റാങ്കിൾസ് കമ്പയർ ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ജനറലൈസേഷൻ പോലെ നമുക്ക് പറയാം, സ്മോൾ എസ് എൻ എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ഈസ് ലെസ് ദാൻ ഏരിയ ഓഫ് ദ റീജിയൻ പി ആർ എസ് ക്യു പി. നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അതിനേക്കാളും സ്ലൈറ്റ്ലി കുറവാണ് എസ് എൻ, ആൻഡ് വിച്ച് ഈസ് ലെസ് ദാൻ, അതിനേക്കാളും നമ്മുടെ ആക്ച്വൽ ഏരിയയെക്കാളും കൂടുതലാണ് എന്ത്? ക്യാപിറ്റൽ എസ് എൻ എന്ന് പറയുന്ന ഏരിയ വരും. ഇത് നമുക്ക് ഈ 3 റീജിയൻ നമ്മൾ ഈ ഒരു സ്ട്രിപ്പിന് കമ്പയർ ചെയ്തിട്ടില്ലേ, അതേപോലെ എല്ലാ സ്ട്രിപ്പിൻ്റെയും ജനറലൈസേഷനാണ് ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നോക്കുക, ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, എൻ ഇൻഫിനിറ്റിയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എയിനെയും ബിയിനെയും ഡിവൈഡ് ചെയ്തിട്ടുള്ള എൻ സബ് ഇൻ്റർവെൽസ്, ആ സബ് ഇൻ്റർവെൽസിൻ്റെ എണ്ണം കൂടുന്നു എന്നാണ് അർത്ഥം. The limiting values of capital SN and small sn become equal, and the common limiting value is the required area. അപ്പോൾ ഇൻ്റർവെൽസിൻ്റെ എണ്ണം കൂടുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ എന്താ പറയുക, ഈ സ്മോൾ എസ് എന്നും ക്യാപിറ്റൽ എസ് എന്നും ഈക്വൽ ആയിട്ട് വരും. അതായത് സ്മോൾ എസ് എന്നിൻ്റെ കേസിൽ ഓരോ ചെറിയ പോർഷൻസ് പോകുന്നുണ്ട്, ആ പോർഷൻസിൻ്റെ ഏരിയ കുറയും. അതുപോലെ ക്യാപിറ്റൽ എസ് എന്ന് പറഞ്ഞാൽ ചെറിയ പോർഷൻസ് എക്സ്ട്രാ വരുന്നുണ്ട്, ആ എക്സ്ട്രാ ചേരുന്ന റീജിയൻ്റെ ഏരിയയും കുറയും.
എപ്പോൾ ഇൻ്റർവെൽസിൻ്റെ എണ്ണം കൂട്ടിയാൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ എസ് എൻ ആൻഡ് എസ് എൻ ബിക്കംസ് ഈക്വൽ ആൻഡ് ദ കോമൺ ലിമിറ്റിംഗ് വാല്യൂ ഈസ് ദ റിക്വയർഡ് ഏരിയ. ഈ രണ്ടിൻ്റെയും ലിമിറ്റിംഗ് വാല്യൂ ആണ് നമ്മുടെ ആക്ച്വൽ ഏരിയ. ഇനി നമുക്ക് അതിൻ്റെ ലിമിറ്റ് എടുക്കുകയാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഓഫ് എസ് എൻ ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഓഫ് സ്മോൾ എസ് എൻ. അതായത് ഇൻ്റർവെൽസിൻ്റെ എണ്ണം കൂടുമ്പോൾ ക്യാപിറ്റൽ എസ് എന്നും സ്മോൾ എസ് എൻ്റെ ലിമിറ്റിംഗ് വാല്യൂസ് ഈക്വൽ ആവും. ഈ ലിമിറ്റിംഗ് വാല്യൂവിനെയാണ് നമ്മുടെ ഏരിയ ആയിട്ട് എടുക്കുക. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദ റീജിയൻ PRSQP. നേരത്തെ നമ്മൾ ഫിഗറിൽ കാണിച്ചു ആ ഏരിയ എന്താണ്. അതിനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ a to b f of x dx എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഫോർമുലയുടെ രൂപത്തിൽ അതിനെ എഴുതണം. സോ ഇൻ്റഗ്രൽ a to b f of x dx ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഓഫ് സ്മോൾ എസ് എൻ. ക്യാപിറ്റൽ എസ് എൻ ബേസ് ചെയ്തിട്ടും കാണാം, പക്ഷെ സാധാരണ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സ്മോൾ എസ് എൻ എന്നുള്ള കൺസെപ്റ്റാണ്. അതിൽ നമ്മൾ എന്താണ് എസ് എൻ, സ്മോൾ എസ് എൻ എന്താണെന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നേരത്തെ കണ്ടുപിടിച്ച വാല്യൂ ആണ് അതിനെടുത്ത് എഴുതിയെന്നേ ഉള്ളൂ, സ്മോൾ എസ് എന്നിൻ്റെ എക്സ്പ്രഷൻ. ഇനി നോക്കൂ, എക്സ് നോട്ട് ഈക്വൽ ടു എ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് എന്നുള്ളതിനെ എഫ് ഓഫ് എ എന്ന് എഴുതാം. നൗ വാട്ട് ഈസ് x1? x1 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതാണ് a പ്ലസ് എച്ച് ആണ്. അപ്പോൾ ഇതിന് പകരം ആ എക്സ്പ്രഷൻ കൊടുക്കുക. സിമിലർലി xn മൈനസ് 1 അതെന്തായിരിക്കും? a പ്ലസ് n മൈനസ് 1 h. സോ ദിസ് എക്സ്പ്രഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ലിമിറ്റ് h ടെൻസ് ടു 0 ഓഫ് h ഇൻറ്റു f ഓഫ് a പ്ലസ് h പ്ലസ് എക്സെട്ര പ്ലസ് f ഓഫ് a പ്ലസ് n മൈനസ് 1 h. ഈ എക്സ്പ്രഷൻസ് ഒക്കെ എന്താണെന്നുള്ളത് തുടക്കത്തിൽ പറഞ്ഞതാണ്. ഇനി അല്ലെങ്കിൽ ഇതിനെ വേറൊരു ഫോമിൽ എഴുതാം. ഇൻ്റഗ്രൽ a to b f of x dx ഈക്വൽ ടു b മൈനസ് എ ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n ഓഫ് f of a പ്ലസ് h പ്ലസ് എക്സെട്ര പ്ലസ് f of a പ്ലസ് n മൈനസ് 1 h. ഇതന്നെയാണ് ആക്ച്വലി ഇത്. എന്താണ് h എന്ന് പറയുന്നത് b മൈനസ് എ ബൈ n ആണ് അല്ലേ. അതിൽ ബിയും എയും ഫിക്സഡ് നമ്പേഴ്സ് ആയിരിക്കില്ലേ. സോ ബി മൈനസ് എ ഇസ് എ കോൺസ്റ്റന്റ്. അതിനെ നമ്മൾ ലിമിറ്റിൻ്റെ പുറത്തെടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. ഇനി എച്ച് സീറോയിലേക്ക് പോകുമ്പോൾ നേരത്തെ പറഞ്ഞു n ഇൻഫിനിറ്റിയിലേക്ക് പോകും അല്ലേ. എച്ച് സീറോയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്ട്രിപ്സ് തമ്മിലുള്ള വിഡ്ത്ത് വളരെ വളരെ കുറയുക എന്നാണ്. എപ്പോഴാണ് വളരെ കുറയുക? സബ് ഇൻ്റർവെൽസിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് അല്ലേ. സോ h ടേൺസ് ടു 0 ഈസ് ദ സെയിം ആസ് n ടേൺസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ എന്നിനെ ബേസ് ചെയ്തിട്ടല്ലേ ഫംഗ്ഷൻ വരുന്നത്. അതുകൊണ്ട് 1 ബൈ n അവിടെ നിർത്തി. h ഈക്വൽ ടു ബി മൈനസ് എ ബൈ n ആണ്. ബി മൈനസ് എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ലിമിറ്റിൻ്റെ പുറത്ത് എഴുതി, 1 ബൈ n ലിമിറ്റിൻ്റെ ഉള്ളിൽ എഴുതി. ഈ ഭാഗം സെയിം തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമ്മൾ ഫോർമുല ഉപയോഗിക്കാറുണ്ട്. രണ്ട് ഫോർമുല വെച്ചിട്ടും പ്രോബ്ലം ചെയ്യാനും പറ്റും. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് ദ ഡെഫിനിഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആസ് ദ ലിമിറ്റ് ഓഫ് എ സം. അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് ഒന്നുകിൽ ഇൻ്റഗ്രൽ a to b f of x dx ഈക്വൽ ടു ഈ ഫോർമുല ഓർക്കണം, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ a to b f of x dx ഈക്വൽ ടു ഈ ഫോർമുല ഓർക്കണം. ഇതാണ് ഇതിൽ കാണാതെ പഠിക്കേണ്ട ഭാഗം. ഈ ഫോർമുല എങ്ങനെയാണ് വന്നതെന്നാണ് നേരത്തെ ഫിഗറിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ പ്രോബ്ലം, ഫൈൻഡ് ഇൻ്റഗ്രൽ 0 ടു എക്സ് സ്ക്വയർ പ്ലസ് 1 dx ആസ് ദ ലിമിറ്റ് ഓഫ് എ സം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോർമുല എന്താണ്? നമ്മുടെ ഫോർമുല ഇൻ്റഗ്രൽ a to b f of x dx ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 ഓഫ് h ഇൻറ്റു f of a പ്ലസ് h പ്ലസ് എക്സെട്ര പ്ലസ് f of a പ്ലസ് n മൈനസ് 1 ഇൻറ്റു h. b മൈനസ് എ ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഓഫ് 1 ബൈ n ഓഫ് എന്നുള്ള രീതിയിലും ഫോർമുല ഉണ്ട്. പക്ഷെ ഞാൻ തൽക്കാലം എല്ലാ പ്രോബ്ലവും ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് ചെയ്യുന്നത്, മാറി മാറി ചെയ്യുന്നില്ല. എല്ലാ പ്രോബ്ലവും ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? നമ്മുടെ പ്രോബ്ലത്തിൽ എ എന്താണ്, ബി എന്താണ്, എഫ് ഓഫ് എക്സ് എന്താണ്, പിന്നെ അതിൽ വരുന്ന ലെറ്റർ എച്ച് ആണ് അല്ലേ. ഇത്രയും കാര്യങ്ങൾ എടുത്തെഴുതലാണ് ഇനി ചെയ്യുന്നത്. സോ വാട്ട് ഈസ് എ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ആണ്. സോ വി ഹാവ് എ ഈക്വൽ ടു 0 ആൻഡ് ബി ഈക്വൽ ടു 2. അവർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഇനി അറിയേണ്ടത് എച്ചിൻ്റെ എക്സ്പ്രഷൻ എന്താ? ബി മൈനസ് എ ബൈ എൻ. നേരത്തെ പറഞ്ഞതാണ്. നേരത്തെ എൻ ഈക്വൽ ടു എന്നാ പറഞ്ഞത്. എൻ ഈക്വൽ ടു എന്ന് പറയുന്നതിന് പകരം ഇവിടെ നമ്മൾ എച്ച് ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് എച്ച് ഈക്വൽ ടു എന്നുള്ള ഫോമിൽ എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഇതിൽ ബിയുടെയും എയുടെയും വാല്യൂസ് കൊടുക്കുക. അപ്പം എന്താ കിട്ടുക? 2 മൈനസ് 0 ബൈ എൻ. ബി ഈക്വൽ ടു 2, എ ഈക്വൽ ടു 0, ഓർ ഇറ്റ് ഈസ് 2 ബൈ എൻ.
ഇനി എച്ച് ഈക്വൽ ടു 2/n ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? NH is equal to 2. H ഈക്വൽ ടു 2/n ആണെങ്കിൽ NH is equal to 2. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം എഴുതി വെക്കേണ്ടത്. അപ്പോൾ ആദ്യം ഫോർമുല എഴുതി നമ്മുടെ കണ്ടുപിടിക്കേണ്ട ടേമുമായിട്ട് കമ്പയർ ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കുക. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കണം. ഇൻ്റഗ്രൽ 0 to 2x² + 1 dx ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡ്സ് ടു 0 h ഇൻറ്റു എഫ് ഓഫ് എ എന്നാണ് ആദ്യത്തെ ടേം. ഇതിൽ എയുടെ വാല്യൂ 0 കൊടുത്തു. സോ എഫ് ഓഫ് എക്ക് പകരം എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എച്ചിന് പകരം എന്താ കിട്ടുക? എഫ് ഓഫ് 0 പ്ലസ് എച്ച്. എ ഈക്വൽ ടു 0 എന്നുള്ള ടേം മാത്രമേ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാ ടേമും അതുപോലെ എഴുതാം. എ ഈക്വൽ ടു 0 കൊടുത്തിട്ട് ഈ എക്സ്പ്രഷൻ അതേപടി എഴുതാം. ഇനി നമുക്ക് ഈ ഓരോ ഫങ്ഷൻസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ എഫ് ഓഫ് 0 എങ്ങനെ കിട്ടും? എഫ് ഓഫ് എക്സിൽ എക്സിന് 0 കൊടുക്കണം. ഇനി എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെയിം ആസ് എഫ് ഓഫ് എച്ച്. അപ്പോൾ എഫ് ഓഫ് എച്ച് കിട്ടാൻ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സിൽ എക്സിൻ്റെ സ്ഥാനത്ത് എച്ച് കൊടുക്കണം. അങ്ങനെ ഈ ഫങ്ഷൻസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് പോകുന്നത്. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ലിമിറ്റ് h ടെൻഡ്സ് ടു 0 h ഇൻറ്റു എഫ് ഓഫ് 0 ദാറ്റ് ഈസ് 0² പ്ലസ് 1 പ്ലസ് എഫ് ഓഫ് എച്ച് h² പ്ലസ് 1. നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ ഫംഗ്ഷൻ്റെ സ്ഥാനവും ഓരോ ബ്രാക്കറ്റിൽ ഇവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് എഫ് ഓഫ് 2h, എക്സിൻ്റെ സ്ഥാനത്ത് 2h കൊടുക്കുക. സോ 2h ഹോൾ സ്ക്വയർ പ്ലസ് 1 അതൊരു ബ്രാക്കറ്റിൽ എഴുതി പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് എഫ് ഓഫ് n-1 h ആണിത്. എക്സിൻ്റെ സ്ഥാനത്ത് n-1 ഇൻറ്റു എച്ച് കൊടുക്കണം. അപ്പോൾ എന്താ കിട്ടുക? n-1 ഇൻറ്റു എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് 1. n-1 ഇൻറ്റു എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എല്ലാ ഫങ്ഷൻസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നിങ്ങൾ ഈ ടേംസിനെ ശ്രദ്ധിക്കുക. എത്ര ബ്രാക്കറ്റ്സ് ഉണ്ട്? n ബ്രാക്കറ്റ്സ് ഉണ്ട്. 1, 2 അങ്ങനെ n-1 വരെ പ്ലസ് ഈ ടേം അടക്കം n ഫങ്ഷൻസ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അല്ലേ? ഇനി ഈ n ടേംസിൽ ഒരേപോലെ വരുന്ന ടേംസിനെ നമുക്ക് ചേർക്കണം. അപ്പം നിങ്ങൾ നോക്കുക, 0² h², 2h ഹോൾ സ്ക്വയർ അങ്ങനെ n-1 ഇൻറ്റു എച്ച് ഹോൾ സ്ക്വയർ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ടേംസ് നോക്കുക. അവിടെ നമുക്കൊരു കോമൺ ഫാക്ടർ കാണാം. ഏതാ അത്? h². 2h ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2² h² ആണ്. അതുപോലെ n-1 ഇൻറ്റു എച്ച് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ n-1 സ്ക്വയർ ഇൻറ്റു h² ആണ്. സോ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ടേംസിൽ h² കോമൺ ആണ് അല്ലേ? അപ്പം അങ്ങനെയുള്ള ടേംസിനെ നമുക്ക് അങ്ങ് ഗ്രൂപ്പ് ചെയ്യാം. ലിമിറ്റ് h ടെൻഡ്സ് 0 h ഇൻറ്റു h² പ്ലസ് 2h ഹോൾ സ്ക്വയർ പ്ലസ് n-1 ഇൻറ്റു എച്ച് ഹോൾ സ്ക്വയർ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ടേംസിനെ ഒന്നിച്ചെഴുതി. ഇനി എല്ലാത്തിൻ്റെയും സെക്കൻഡ് ടേംസ് നോക്കുക. പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 അങ്ങനെ എത്ര വട്ടം? n ടൈംസ്. n ടൈംസ് 1 ബിക്കംസ് n. സോ ഈ വണ്ണുകളെല്ലാം കൂടെ ചേർത്തിട്ടാണ് പ്ലസ് n എഴുതിയത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് h ടെൻഡ്സ് 0 h ഇൻറ്റു ഇത്രയും ടേംസിൽ നിന്ന് h² കോമൺ ആയിട്ട് പുറത്ത് എഴുതിയിട്ടുണ്ട്. h² കോമൺ ആയിട്ട് എഴുതിയാൽ ഇവിടെ 1² ഇവിടെ 2² എക്സെട്ര n-1 ഹോൾ സ്ക്വയർ എല്ലാത്തിൻ്റെയും കൂടെ കോമൺ ആയിട്ട് h² എടുത്തു. പ്ലസ് n അതേപോലെ ഇറക്കി എഴുതി. ഇനി നോക്കുക, ഇവിടെ നമ്മൾ ഒരു ഫോർമുല അപ്ലൈ ചെയ്യണം. നമുക്കറിയാം 1² പ്ലസ് 2² പ്ലസ് എക്സെട്ര പ്ലസ് n² റിസൾട്ട് എന്താണ്? n ഇൻറ്റു n+1 ഇൻറ്റു 2n + 1/6 ആണ്. ഇവിടെ 1 തൊട്ട് n വരെയുള്ള ടേംസ് ഇല്ല, പകരം n-1 വരെയുള്ള ടേംസേ ഉള്ളൂ. അപ്പം നേരത്തെ പറഞ്ഞ റിസൾട്ടിൽ അല്ലെങ്കിൽ n ഇൻറ്റു n+1 ഇൻറ്റു 2n + 1/6 എന്ന റിസൾട്ടിൽ n-ൻ്റെ സ്ഥാനത്ത് n-1 കൊടുത്താൽ ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് 1² പ്ലസ് 2² പ്ലസ് എക്സെട്ര പ്ലസ് n-1 ഹോൾ സ്ക്വയർ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും ലിമിറ്റ് h ടെൻഡ്സ് 0 h ഇൻറ്റു ഈ h² അങ്ങനെ തന്നെ എഴുതി ഇവയെ ചേർത്ത് കഴിഞ്ഞാൽ n-1 ഇൻറ്റു n ഇൻറ്റു 2n - 1/6 എന്നാണ് കിട്ടുക. ഇതെങ്ങനെ കിട്ടിയത്? 1² പ്ലസ് 2² പ്ലസ് എക്സെട്ര പ്ലസ് n² റിസൾട്ട് നമുക്കറിയാം. ആ റിസൾട്ടിൽ n-ൻ്റെ സ്ഥാനത്ത് n-1 കൊടുത്താൽ ഈ റിസൾട്ട് കിട്ടും. നമുക്ക് n-1 സ്ക്വയർ വരെയുള്ള ടേംസേ ഉള്ളൂ അല്ലേ? അപ്പോൾ ആ റിസൾട്ടിന് n-ന് n-1 കൊടുത്തിട്ടാണ് ഈ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്ലസ് n അങ്ങനെ തന്നെ ഇറക്കി എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ പുറത്തൊരു h ഉണ്ട്, അത് ഈ ടേമിനും കോമൺ ആണ്.
ഈ എച്ചിനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം. അപ്പോൾ ഇവിടെ എന്താവും? എച്ച് ക്യൂബ് ആവും. ഈ എച്ചും കൂടെ ഉള്ളിലേക്ക് വന്നാൽ ഇവിടെ എൻ എച്ചും വരും. ഓക്കെ, ഈ എച്ച് ക്യൂബിൽ 3 എച്ച് ഉണ്ടല്ലോ. അതിൽ ഒരെച്ചിനെ ഈ ബ്രാക്കറ്റിലാക്കുക, ഒരെച്ചിനെ ഈ എന്നിൻ്റെ കൂടെ ആക്കുക, പിന്നെ ഒരെച്ചിനെ ഇതിലേക്കും ആക്കുക. ഇതാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. സോ വി വിൽ ഗെറ്റ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഓഫ് ഈ എച്ച് അടക്കം ഉള്ളിലേക്ക് വന്നു. അപ്പോൾ എച്ച് സ്ക്വയറിൽ ഒരെച്ച് എൻ എച്ച് മൈനസ് എച്ച് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാക്കി, ഒരെച്ചിനെ ഈ എന്നിൻ്റെ കൂടെ എൻ എച്ച് എന്നാക്കി, പിന്നെ ഈ ഒരു എച്ചും കൂടെ വരാനുണ്ട് പുറത്തുനിന്ന്, അതിനെ ഇതിൻ്റെ ഉള്ളിലും ആക്കി 2NH മൈനസ് എച്ച്. അപ്പോൾ നോക്കൂ, എച്ച് ക്യൂബിൽ 3 എച്ചും നമ്മളിവിടെ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ എന്താ ഉള്ളത്? ഈ എന്നിന് ഈ എച്ച് മാത്രമേ ഉള്ളൂ. സോ വി വിൽ റൈറ്റ് n ഇൻറ്റു എച്ച്. ചുരുക്കം പറഞ്ഞാൽ ഓരോ എന്നിൻ്റെ കൂടെയും ഓരോ എച്ചിനെയും നമ്മൾ അറ്റാച്ച് ചെയ്തു. അറ്റാച്ച് ചെയ്യേണ്ട എച്ചുകളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഈ എച്ചുകളെ ഓരോ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വീതിച്ചെടുത്തു. ഓക്കെ, എന്തിനാ അങ്ങനെ ചെയ്തത്? വി ഹാവ് ദ റിസൾട്ട് NH ഈക്വൽ ടു 2 അല്ലേ? അപ്പോൾ NH എന്നുള്ള ടേം വന്നാൽ അവിടെയൊക്കെ നമുക്ക് അതിൻ്റെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഓരോ എന്നിൻ്റെ കൂടെയും ഓരോ എച്ചിനെ നമ്മൾ അറ്റാച്ച് ചെയ്തത്. ഇനി NH ഈക്വൽ ടു 2 എന്നുള്ള റിസൾട്ട് കൊടുക്കുക. അപ്പോൾ അതാ ഈ NHന് പകരം 2 എഴുതി, ഈ NHന് പകരം 2 എഴുതി. ഇവിടെ എന്താ വരിക? 2 ഇൻറ്റു 2 മൈനസ് എച്ച് പ്ലസ് ഈ NHൻ്റെ സ്ഥാനത്തും 2 എഴുതി. നമുക്ക് എച്ചിനാണ് ലിമിറ്റ് കൊടുക്കേണ്ടത് അല്ലേ? അപ്പോൾ എത്രത്തോളം കോൺസ്റ്റൻസ് വരുമോ അത്രയും നമുക്ക് ലിമിറ്റ് എടുക്കാൻ എളുപ്പമല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് NH എന്നുള്ള ടേം ഉണ്ടാക്കലാണ് ഇവിടെ നമ്മൾ ചെയ്തത്. ഇതിൽ നിന്നും ഓരോ എച്ചിനെ ഓരോ എന്നിൻ്റെ കൂടി ആക്കിയിട്ട് NH എന്നുള്ള ടേം കൺസ്ട്രക്ട് ചെയ്യുക. ആൻഡ് പുട്ട് ദ വാല്യൂ NH ഈക്വൽ ടു 2. ഇനി നമുക്ക് h ടെൻസ് 0 ലിമിറ്റ് എടുക്കാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എച്ചിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ പോരെ? സോ വാട്ട് ഈസ് ദ റിസൾട്ട്? 2 മൈനസ് 0 ദാറ്റ് ഈസ് 2 ഇൻറ്റു ഇവിടെ 2 ഇൻറ്റു 2 4. ഈ എച്ചിൻ്റെ സ്ഥാനത്ത് 0 വരും. സോ ദിസ് ടേം ബിക്കംസ് 2 ഇൻറ്റു 2 ഇൻറ്റു 4/6 പ്ലസ് ഈ 2നെ ഇറക്കി എഴുതി. ഞാൻ സിംപ്ലിഫൈ ചെയ്യണം. ഒരു 2ഉം 6ഉം തമ്മിൽ കട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ താഴെ 3 വരും. സോ 8/3 പ്ലസ് 2 ആവും. And simplifying this we will get 14/3. So the answer is 14/3. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഫോർമുല എഴുതുക, പിന്നെ A, B, f(x), h ഇത്രയും കാര്യങ്ങൾ എഴുതുക. എച്ചിൻ്റെ വാല്യൂ കണ്ടാൽ അതിൽ നിന്ന് NH ഈക്വൽ ടു 2 എന്ന് എടുക്കുക. ഇനി നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഫോർമുലയിൽ എയുടെ വാല്യൂ മാത്രമേ കൊടുക്കുന്നുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതാത് ഫങ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫങ്ഷൻസ് ഓരോ ഫങ്ഷൻ്റെ സ്ഥാനവും ഓരോ ബ്രാക്കറ്റിൽ എഴുതുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചേർക്കാൻ പറ്റുന്ന ടേംസിനെ എല്ലാം ഒന്നിച്ചാക്കണം. നമുക്ക് അറിയാവുന്ന ഫോർമുല അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. അതുപയോഗിച്ച് ആ ടേംസ് കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ എന്നിൻ്റെ കൂടെ ഓരോ എച്ചിനെ അറ്റാച്ച് ചെയ്യുക. ആൻഡ് പുട്ട് ദ വാല്യൂ NH ഈക്വൽ ടു 2. അതിനുശേഷം ലിമിറ്റ് എടുക്കുക. ഇത്രയുമാണ് ഇതിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് പറയാനുള്ളത്. അടുത്തത് ഫൈൻഡ് ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ 1 to 4 ആണ്. ഇൻ്റഗ്രൽ 1 to 4 x² മൈനസ് x dx ആസ് ദ ലിമിറ്റ് ഓഫ് എ സം. അപ്പം നേരത്തെ ചെയ്ത പോലെ നമ്മൾ ആദ്യം ഫോർമുല എഴുതി. ഇൻ്റഗ്രൽ A to B f(x) dx ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് 0 h ഇൻറ്റു f(a) പ്ലസ് f(a) പ്ലസ് h പ്ലസ് എക്സെട്ര പ്ലസ് f(a) പ്ലസ് n മൈനസ് 1 ഇൻറ്റു h. ഇനി എന്ത് ചെയ്യണം? A, B, f(x) h. A ഈക്വൽ ടു 1, B ഈക്വൽ ടു 4, f(x) ഈക്വൽ ടു x² മൈനസ് x. ഇനി നമുക്ക് h ആണ്. എച്ചിൻ്റെ എക്സ്പ്രഷൻ എന്താ? b മൈനസ് a/n. ഇവിടെ ബിയുടെ വാല്യൂ 4, എയുടെ വാല്യൂ 1. അപ്പോൾ എന്താ വരിക? 4 മൈനസ് 1/n ആവും. ദാറ്റ് ഈസ് 3/n. അതിൽ നിന്നും വി വിൽ ഗെറ്റ് NH ഈക്വൽ ടു 3. NH ഈക്വൽ ടു 3. ഇത്രയും കാര്യങ്ങളാണ് പിന്നെ നമ്മൾ എഴുതി വെക്കേണ്ടത്. ഇനി നമ്മൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വരണം. സോ ഇൻ്റഗ്രൽ 1 to 4 x² മൈനസ് x dx ഈക്വൽ ടു, ഞാൻ പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എയുടെ വാല്യൂ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ എന്താ വരിക? ലിമിറ്റ് h ടെൻസ് 0 h ഇൻറ്റു f(1) a ഈക്വൽ ടു 1 പ്ലസ് f(a) പ്ലസ് h, അതിന് പകരം 1 പ്ലസ് h. അതേപോലെ അടുത്ത ടേം f(a) പ്ലസ് 2h ദാറ്റ് ഈസ് 1 പ്ലസ് 2h
plus etc. plus f of a plus n minus 1h, that is 1 plus n minus 1h. തൽക്കാലം ഞാൻ അതിന് ഇക്വേഷൻ 1 കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എഫ് ഓഫ് 1 പ്ലസ് എച്ച് എങ്ങനെ എഴുതുക? എക്സിൻ്റെ സ്ഥാനത്ത് 1 പ്ലസ് എച്ച് കൊടുക്കണം. അപ്പോൾ 1 പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1 പ്ലസ് എച്ച്. അതെല്ലാം കൂടെ ഇവിടെ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ബ്രാക്കറ്റ്സ് ആവും, നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഓരോ ഫംഗ്ഷൻസും നമ്മൾ വേറെ വേറെ എഴുതി അതിൻ്റെ ഏറ്റവും ചെറിയ ഫോം കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിൽ കൊണ്ട് കൊടുത്താൽ അത്രയും ബ്രാക്കറ്റ്സ് കുറയില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇക്വേഷൻ 1 അവിടെ മാർക്ക് ചെയ്ത് വെച്ചത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എഫ് ഓഫ് 1 കിട്ടാൻ എന്ത് വേണം? എക്സിന് 1 കൊടുക്കുക. സോ വി വിൽ ഗെറ്റ് 1 സ്ക്വയർ മൈനസ് 1. അടുത്തത് എഫ് ഓഫ് 1 പ്ലസ് എച്ച്. എങ്ങനെയാണ് അത് കിട്ടുക? എക്സിൻ്റെ സ്ഥാനത്ത് 1 പ്ലസ് എച്ച് കൊടുക്കണം. അപ്പോൾ എക്സ് സ്ക്വയർ എന്നുള്ള സ്ഥാനത്ത് 1 പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് 1 പ്ലസ് എച്ച്. 1 പ്ലസ് എച്ച് ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുക. 1 പ്ലസ് 2h പ്ലസ് എച്ച് സ്ക്വയർ. ഈ മൈനസിന് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് 1 മൈനസ് എച്ച്. സോ ദാറ്റ് 1 ക്യാൻസൽ ആവും. 2h മൈനസ് എച്ച് ചേർത്താൽ എച്ച് കിട്ടും പ്ലസ് എച്ച് സ്ക്വയർ. സോ ഇതിൻ്റെ ഏറ്റവും ചെറിയ ഫോമാണ് എന്ത്? എച്ച് പ്ലസ് എച്ച് സ്ക്വയർ. ഓക്കെ. അടുത്തത് എഫ് ഓഫ് 1 പ്ലസ് 2h. എക്സിൻ്റെ സ്ഥാനത്ത് 1 പ്ലസ് 2h കൊടുക്കണം. അപ്പോൾ എന്താ കിട്ടുക? 1 പ്ലസ് 2h ഹോൾ സ്ക്വയർ മൈനസ് ഓഫ് എക്സിന് പകരം 1 പ്ലസ് 2h. നൗ എക്സ്പാൻഡ്. 1 പ്ലസ് 2 ഇൻറ്റു 2h. 4h എന്ന് എഴുതാൻ കുഴപ്പമൊന്നുമില്ല. 2 ഇൻറ്റു 2h പ്ലസ് 2 സ്ക്വയർ എച്ച് സ്ക്വയർ. 2h ഹോൾ സ്ക്വയറിന് പകരം 2 സ്ക്വയർ എച്ച് സ്ക്വയർ എന്ന് എഴുതി. എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ പാറ്റേൺ. ഇനി ഈ മൈനസിന് ഉള്ളിലേക്ക് എടുത്താൽ മൈനസ് 1 മൈനസ് 2h. ഇവിടെയും 1 ക്യാൻസൽ ആവും. 4h മൈനസ് 2h ഈസ് 2h പ്ലസ് 2 സ്ക്വയർ എച്ച് സ്ക്വയർ. സോ എഫ് ഓഫ് 1 പ്ലസ് 2hൻ്റെ ഏറ്റവും ചെറിയ ഫോമാണ് എന്ത്? 2h പ്ലസ് 2 സ്ക്വയർ എച്ച് സ്ക്വയർ. അപ്പോൾ ഇനി എഫ് ഓഫ് 1 പ്ലസ് 3h എന്താ വരിക നമുക്ക് പറയാം. എന്താ വരിക? 3h പ്ലസ് 3 സ്ക്വയർ എച്ച് സ്ക്വയർ എന്നായിരിക്കും വരിക. അപ്പോൾ ഈ ഒരു പാറ്റേൺ കണ്ടാൽ നമുക്കത് പറയാൻ പറ്റും. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്. എഫ് ഓഫ് 1 പ്ലസ് n മൈനസ് 1h. എന്ത് വേണം? എക്സിൻ്റെ സ്ഥാനത്ത് 1 പ്ലസ് n മൈനസ് 1h കൊടുക്കണം. സോ 1 പ്ലസ് n മൈനസ് 1h ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് മൈനസ് ഓഫ് എക്സിന് പകരം 1 പ്ലസ് n മൈനസ് 1h. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം 1 പ്ലസ് 2 ഇൻറ്റു n മൈനസ് 1h പ്ലസ് ഇതിൻ്റെ സ്ക്വയർ n മൈനസ് 1 സ്ക്വയർ എച്ച് സ്ക്വയർ. ഈ മൈനസിനെ ഉള്ളിലേക്ക് എടുത്താൽ മൈനസ് 1. ഇതും മൈനസ് ആവും. ഈ മൈനസ് അതിനും കൂടെ ഉള്ളതല്ലേ? മൈനസ് ഓഫ് n മൈനസ് 1h. ഹിയർ ഓൾസോ 1 ക്യാൻസൽസ്. 2n മൈനസ് 1h മൈനസ് n മൈനസ് 1h. ദ റിസൾട്ട് ഈസ് n മൈനസ് 1h. പിന്നെ സ്ക്വയർ വരുന്നിട്ട് അത് ഒന്നേ ഉള്ളൂ. n മൈനസ് 1 ഹോൾ സ്ക്വയർ എച്ച് സ്ക്വയർ. അപ്പോൾ നമുക്ക് എല്ലാ ഫംഗ്ഷൻസിൻ്റെയും ചെറിയ ഫോം കിട്ടി. ഇനി നമുക്ക് അതിവിടെ കൊണ്ട് കൊടുത്താൽ മതിയല്ലോ. സോ ഇനി ഇക്വേഷൻ 1ലേക്ക് പോവാണ്. ദെർഫോർ ഇക്വേഷൻ 1 ഇംപ്ലൈസ് integral 1 to 4x square minus x dx equal to limit h tends to 0 h into f of 1 square minus 1 എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. അപ്പോൾ f of 1ൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തു. പ്ലസ് അടുത്തത് f of 1 പ്ലസ് h. എന്താ അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയത്? h പ്ലസ് എച്ച് സ്ക്വയർ. അതിവിടെ കൊടുത്തു. അടുത്തത് f of 1 പ്ലസ് 2h. ആ സ്ഥാനത്ത് 2h പ്ലസ് 2 സ്ക്വയർ എച്ച് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് എഫ് ഓഫ് 1 പ്ലസ് n മൈനസ് 1hൻ്റെ സ്ഥാനത്ത് n മൈനസ് 1h പ്ലസ് n മൈനസ് 1 സ്ക്വയർ എച്ച് സ്ക്വയർ. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതാണ് എഫ് ഓഫ് n മൈനസ് 1h. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എഴുതിയത് കൊണ്ട് അതിൻ്റെ ഏറ്റവും ചെറിയ ഫോം മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഈ സിംപ്ലിഫിക്കേഷൻ മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവും. അതാണ് ഇവിടെ വേറെ എഴുതി ചെയ്യാനുള്ള കാരണം. ഇനി നമുക്ക് ഒരേപോലത്തെ ടേംസിനെ കമ്പൈൻ ചെയ്യണം. ഇതിനെ നമുക്ക് നോക്കണ്ട, അത് 0 ആണ്. അപ്പോൾ ബാക്കിയുള്ള ടേംസ് നോക്കുക. 1h എല്ലാത്തിനെയും ഫസ്റ്റ് ടേംസ് നോക്കിക്കോളൂ. 1h 2h അടുത്തതിൽ 3h ഉണ്ടാവും. അതേപോലെ ഇവിടെ n മൈനസ് 1h. അപ്പോൾ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ടേംസിൽ കോമൺ ഫാക്ടർ നമ്മൾ h കാണുന്നുണ്ട്. അതുപോലെ എല്ലാത്തിൻ്റെയും സെക്കൻഡ് ടേംസ് കൺസിഡർ ചെയ്താൽ അവിടെ നമുക്ക് h സ്ക്വയറും കോമൺ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് h ടെൻസ് 0 h ഇൻറ്റു ഫസ്റ്റ് ടേംസിൽ നിന്നും h പുറത്തെടുത്തു. അപ്പോൾ എന്താ കിട്ടുക? 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1. എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ടേംസ് കമ്പൈൻ ചെയ്തു.
ഇനി എല്ലാത്തിൻ്റെ സെക്കൻഡ് ടേംസിൽ നിന്നും എച്ച് സ്ക്വയർ പുറത്തെടുക്കുക. ബാക്കിയുള്ളത് 1 ആണ്. പക്ഷെ ആ പാറ്റേൺ കറക്റ്റ് ആവാൻ നമ്മളതിനെ 1 സ്ക്വയർ എന്ന് എഴുതി. പ്ലസ് 2 സ്ക്വയർ, അങ്ങനെ പോയി ലാസ്റ്റ് ടേമിൽ n-1 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആണ്, രണ്ട് ഫോർമുല അപ്ലൈ ചെയ്യാണ്ട്. 1 + 2 + എക്സെട്ര + n നമുക്കറിയാം. അതിൽ നിന്ന് 1 + 2 + എക്സെട്ര + n-1 എന്താവും എന്ന് കണ്ടുപിടിക്കണം. ഇത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചതാണ്. 1 സ്ക്വയർ + 2 സ്ക്വയർ + എക്സെട്ര + n സ്ക്വയർ ഈക്വൽ ടു നമുക്കറിയാം. ആ റിസൾട്ടിൽ എന്നിന് പകരം n-1 കൊടുത്താൽ ഇതിൻ്റെ റിസൾട്ടായി. അപ്പോൾ ഈ രണ്ട് റിസൾട്ടാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ വി വിൽ ഗെറ്റ് ലിമിറ്റ് h ടെൻഡ്സ് ടു 0 h ഇൻറ്റു ഈ h ഇൻറ്റു 1 + 2 + എക്സെട്ര + n-1 ഈസ് n-1 ഇൻറ്റു n/2. എങ്ങനെയാണ് ഇത് കിട്ടുക? 1 + 2 + എക്സെട്ര + n ഈസ് ഈക്വൽ ടു n ഇൻറ്റു n+1/2 ആണ്. ആ റിസൾട്ടിൽ എന്നിൻ്റെ സ്ഥാനത്ത് n-1 കൊടുത്താൽ ഇത് കിട്ടും. പ്ലസ് h സ്ക്വയർ ഇൻറ്റു ഇത് നേരത്തെ വന്നതാണ്, n ഇൻറ്റു n+1 ഇൻറ്റു 2n + 1/6ൽ എന്നിൻ്റെ സ്ഥാനത്ത് n-1 കൊടുത്താൽ കിട്ടുന്ന റിസൾട്ടാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത പണി എന്താ? എന്നിൻ്റെ കൂടെയൊക്കെ ഓരോ എച്ചിനെ കൊണ്ടുവരണം. അപ്പോൾ ഈ എച്ചിനെ നമുക്ക് NH - H എന്ന് എഴുതാം. പിന്നെ ഈ ഒരു എച്ചും കൂടി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നതല്ലേ, ഈ എച്ചിനെ ഇതിൻ്റെ കൂടെ ആക്കുക. അതുപോലെ ഇവിടെ 2 എച്ച് ഉണ്ട്, ഒരെച്ചിനെ ഇതിലേക്ക് കൊടുക്കുക, ഒരെച്ചിനെ എന്നിൻ്റെ കൂടെ ആക്കുക. പിന്നെ പുറത്തുനിന്ന് വരുന്ന ഒരു എച്ച് ഉണ്ട്, അതിനെ ഇതിൻ്റെ കൂടെ ആക്കുക. സോ വി വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 NH - H, ഒരു എച്ച് ഇതിൻ്റെ ഉള്ളിൽ കയറി, ഇൻറ്റു NH, ഈ പുറത്തുനിന്ന് വന്ന എച്ചിനെ NH ആക്കി. ഇനി ഇവിടെ 2 എച്ചിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക, NH - H ഇൻറ്റു NH. പിന്നെ പുറത്തുനിന്ന് വരുന്ന എച്ച് ഇവിടെയും ചേർത്തു എന്ന് വിചാരിക്കുക, 2NH - H. അപ്പോൾ എല്ലാ എച്ചുകളും കയറിയില്ലേ, ഓരോ എന്നിൻ്റെ കൂടെയും ഓരോ എച്ച് വന്നു. ഇനി എന്ത് ചെയ്യണം? NHൻ്റെ വാല്യൂ കൊടുക്കുക. വാട്ട് ഈസ് NH? 3. NH = 3 കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ് എഴുതുക. ഇനി എച്ചിന് 0 കൊടുക്കുക, h ടെൻഡ്സ് ടു 0 ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എച്ച് വരുന്ന സ്ഥാനത്തല്ല 0 വരും. അപ്പോൾ എന്താ റിസൾട്ട് കിട്ടുക? 3 - 0 എന്ന് പറഞ്ഞാൽ 3. സോ 3 ഇൻറ്റു 3/2 എന്നാവും ആദ്യത്തെ ടേം, ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. പ്ലസ് ഇവിടെ എന്ത് വരും? 3 ഇൻറ്റു 6/6 ആവും. 3 ഇൻറ്റു 3/2 പ്ലസ് 3 ഇൻറ്റു 3 ഇൻറ്റു 6/6. അതിലിവിടെ 6 കട്ട് ചെയ്യാം, ഈ ടേം 9/2, ഇവിടെ 6 കട്ട് ചെയ്താൽ +9. Now 9 + 18 the whole divided by 2, or the answer is 27/2. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ഫംഗ്ഷൻസ് ഒന്നും വേറെ വേറെ എഴുതിയിരുന്നില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ കുറച്ച് വലുതാണ്. അപ്പോൾ അതിൽ സിംപ്ലിഫിക്കേഷൻ ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഓരോ ഫംഗ്ഷൻസിൻ്റെ എക്സ്പ്രഷൻ സെപ്പറേറ്റ് എഴുതിയിട്ട് കണ്ടുപിടിച്ചത്. ഓക്കെ, അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഇനി അടുത്തത് ഇൻ്റഗ്രൽ 0 to 2 ആണ് e⁻x dx ആസ് ദ ലിമിറ്റ് ഓഫ് എ സം. നേരത്തെ പോലെ തന്നെ ആദ്യം ഫോർമുല എഴുതി. a = 0, b = 2, f of x = e⁻x. ഇനി h = b - a/n. അപ്പോൾ എന്താ കിട്ടുക? 2 - 0/n, ദാറ്റ് ഈസ് 2/n. അതിൽ നിന്ന് NH = 2, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, NH = 2 കിട്ടും. ഇനി നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരിക. ആദ്യത്തെ സ്റ്റെപ്പിൽ എയുടെ വാല്യൂ മാത്രം കൊടുക്കുക. സോ f of 0 plus f of 0 plus h plus f of 0 plus 2h plus last f of 0 plus n-1 into h. So that is equal to limit h tends 0 h into f of 0 കിട്ടാൻ x ന് 0 കൊടുക്കുക. So we will get e⁻0 plus ഇത് f of h ആണ്. f of h കിട്ടാൻ f of xൽ x ന് h കൊടുക്കുക. So we will get e⁻h. അതുപോലെ പ്ലസ് e⁻2h പ്ലസ് എക്സെട്ര പ്ലസ് e⁻n-1h. ഇനി നമുക്ക് ഇതിനെ ചേർക്കണം. അപ്പം നേരത്തെ പോലെ നമുക്ക് കോമൺ ഫാക്ടർ പുറത്തെടുത്തിട്ട് ചേർക്കാൻ ഇവിടെ വകുപ്പില്ല. പക്ഷെ വേറൊരു പാറ്റേൺ ഉണ്ട്. ഇവിടെ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്ന, വാട്ട് ഈസ് e⁻0? അത് 1 ആണ്. സോ വി ക്യാൻ റൈറ്റ് ദ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്. e⁻0ന് പകരം 1 എഴുതി. ഇനി നോക്കൂ, 1 e⁻h e⁻2h അങ്ങനെ e⁻n-1h. മൊത്തം ഇതിൽ n ടേംസ് ഉണ്ട്. ഇത് n ടേംസിൻ്റെ സമ്മാണ് അല്ലേ?
എന്താ സീക്വൻസിൻ്റെ പ്രത്യേകത? ഇ റേസ് ടു എച്ച് 1 ഇൻറ്റു ഇ റേസ് ടു എച്ച് ആണ് ഇത്. ഇ റേസ് ടു എച്ച് ഇൻറ്റു ഇ റേസ് ടു എച്ച് ആണ് ഇ റേസ് ടു 2h. അപ്പോൾ ക്ലിയർ ആയല്ലോ. സോ ദിസ് ഇസ് എ ജി പി വിത്ത് കോമൺ റേഷ്യോ ഇ റേസ് ടു എച്ച് ആൻഡ് ഫസ്റ്റ് ടേം ഈസ് 1. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ടേംസിനെ ചേർക്കാൻ ജി പിയുടെ എസ് എന്നിൻ്റെ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ദാറ്റ്? എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 1 ബൈ ആർ മൈനസ് 1. ആറ് കോമൺ റേഷ്യോ ആണ്. ഇവിടെ എന്താണ് കോമൺ റേഷ്യോ? ആർ ഈക്വൽ ടു ഇ റേസ് ടു എച്ച് ആണ്. സോ ആ ഫോർമുല അപ്ലൈ ചെയ്താൽ ലിമിറ്റ് എച്ച് ടെൻഡ്സ് 0 എച്ച് ഇൻറ്റു ആർ റേസ് ടു എൻ. ആറിൻ്റെ വാല്യൂ ഇ റേസ് ടു എച്ച്. അപ്പോൾ ഇ റേസ് ടു എച്ച് റേസ് ടു എൻ മൈനസ് 1 ബൈ ആർ മൈനസ് 1. ആറിൻ്റെ വാല്യൂ ഇ റേസ് ടു എച്ച് മൈനസ് 1 കിട്ടും. Now what is this term? This is e raised to nh. നമുക്ക് nh ഈക്വൽ ടു 2 ഉണ്ട്. അപ്പോൾ ഇ റേസ് ടു nh ആയിക്കഴിഞ്ഞാൽ ഈ ടേമിന് പകരം നമുക്ക് ഇ സ്ക്വയർ എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ലിമിറ്റ് എച്ച് ടെൻഡ്സ് 0 എച്ച് ഇൻറ്റു ഇ റേസ് ടു 2 nh ഈക്വൽ ടു 2 ആയതുകൊണ്ട് മൈനസ് 1 ബൈ ഇ റേസ് ടു എച്ച് മൈനസ് 1. ഇനി നോക്കൂ, ഈ ഇ സ്ക്വയർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഇ സ്ക്വയർ മൈനസ് 1 ലിമിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന കോൺസ്റ്റൻ്റ് ആണ്. So we can take it outside. So e square minus 1 into limit h tends to 0 of പിന്നെ ന്യൂമറേറ്ററിൽ h അല്ലേ ഉള്ളൂ, h by e raised to h minus 1 എഴുതാം. ഇനി ഏകദേശം ഈ പാറ്റേണിൽ ഒരു ലിമിറ്റ് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. എന്താ അത്? ലിമിറ്റ് h tends to 0 e raised to h minus 1 by h ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആണ് അല്ലേ? പക്ഷെ ഇവിടെ എച്ച് കിടക്കുന്നത് ന്യൂമറേറ്ററിലാണ്. അപ്പോൾ അതിനെ നമുക്കൊന്ന് മാറ്റണം. എങ്ങനെ മാറ്റാൻ പറ്റും? ഇ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻഡ്സ് 0 1 ബൈ ഇ റേസ് ടു എച്ച് മൈനസ് 1 ബൈ എച്ച്. ഈ എച്ചിനെ ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്റർ ആക്കി. അപ്പോൾ നോക്കൂ, ഇത് തിരിച്ചിടുമ്പോൾ എച്ച് മേലെ വരും അല്ലേ? അപ്പോൾ ഈ എച്ചിനെ നമ്മളൊന്ന് സ്ഥലം മാറ്റി. അതാണ് ഇവിടെ ചെയ്തത്. ഇനി നമുക്കിതിനെ ലിമിറ്റ് ഓഫ് എ ബൈ ബി എന്നുള്ള ഫോമാണ്. സോ ഇറ്റ് ഈസ് ലിമിറ്റ് ഓഫ് ന്യൂമറേറ്റർ ബൈ ലിമിറ്റ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് എഴുതാം. അത് ലിമിറ്റിൻ്റെ റൂളാണ്. ബട്ട് വാട്ട് ഈസ് ലിമിറ്റ് ഓഫ് ന്യൂമറേറ്റർ? അത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ലേ? സോ ലിമിറ്റ് ഓഫ് ന്യൂമറേറ്റർ ഈസ് 1 ഇറ്റ് സെൽഫ്. അതുകൊണ്ട് നമുക്ക് ഇ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 1 ബൈ ലിമിറ്റ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് എഴുതാം. ആൻഡ് ലിമിറ്റ് ഓഫ് ഡിനോമിനേറ്റർ നമ്മൾ പഠിച്ച പാറ്റേൺ ആണ്. നമ്മൾ പഠിച്ച ഫോർമുല ഇങ്ങനെയായിരുന്നു. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ എക്സിന് പകരം എച്ച് ആണെന്നേ ഉള്ളൂ. സോ ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു 1. സോ വാട്ട് ഈസ് ദ ആൻസർ? ഇ സ്ക്വയർ മൈനസ് 1. ഇത് 1 ബൈ 1 ആവും. സോ ദ റിസൾട്ട് ഈസ് ഇ സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ ഇയുടെ പവറായിട്ട് വരുന്ന പ്രോബ്ലത്തിലെല്ലാം നമ്മൾ മിക്കവാറും ജി പിയുടെ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടി വരിക. എഫ് ഓഫ് എക്സ് പോളിനോമിയൽ എക്സ്പ്രഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് 3 ഫോർമുല ഉപയോഗിക്കേണ്ടി വരാം. ഒന്ന് 1 + 2 + എക്സെട്രാ പ്ലസ് എൻ ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 എന്നുള്ള റിസൾട്ട്. പക്ഷേ എൻ അല്ല, എൻ ടേംസിൻ്റെ അല്ല, n-1 ടേംസിൻ്റെ അവിടെ വരുള്ളൂ. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് n-1 കൊടുത്തിട്ട് ആ ഫോർമുല നമ്മൾ ഉപയോഗിക്കണം. പിന്നെ നമുക്ക് വരാവുന്നത് 1² + 2² + എക്സെട്രാ പ്ലസ് n². അതുപയോഗിച്ച് 1² + 2² + എക്സെട്രാ പ്ലസ് n-1² റിസൾട്ട് എടുക്കണം. പിന്നെ വരാവുന്നത് 1³ + 2³ + എക്സെട്രാ പ്ലസ് n³. നമുക്കറിയാം n² ഇൻറ്റു n+1² / 4 ആണ് അല്ലേ? ആ ഫോർമുലയും ഇതുപോലെ n-1 ടേംസിൻ്റെതാക്കി മാറ്റിയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരാം. അപ്പം ഇത്രയുമാണ് ഈ ചോദ്യങ്ങളിൽ അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് ദ സമ്മിൻ്റെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ.